ജീവിതം ജനിവൃതികൾക്കിടയിൽ ഒരു ഗീതകം. ഞാൻ പിന്നെ ചങ്ങനാശ്ശേരി ഒരു കോൺവെൻറ്റിൽ നിന്നാണ് പഠിച്ചത്. അവിടുത്തെ സിസ്റ്റർമാർ എന്നെ എപ്പോഴും വിളിക്കും, ഞാൻ അങ്ങോട്ടും വിളിക്കും. വലിയ കാര്യമായിരുന്നു. എൻ്റെ മൊബൈലിൽ നിന്ന് ആ സിസ്റ്റർമാരുടെ നമ്പർ എടുത്തിട്ട് അവിടെ ചോദിച്ചും പറഞ്ഞ് അവിടെ പോയി. ആ അടൂരിനപ്പുറം അങ്ങോട്ട് പോയിട്ടില്ലാത്തവർ ചങ്ങനാശ്ശേരി പോയി ആ സിസ്റ്റർമാരുടെ അടുത്ത് എന്ന് പറഞ്ഞേക്കുന്നത് എന്തോന്നറിയോ, ഞാൻ ഭയങ്കര ഒരു പെണ്ണും പിള്ളേയും കൊണ്ടുവന്ന് നടക്കുവാന്ന്. ആ സിസ്റ്റർമാരെ പറഞ്ഞങ്ങ് ധരിപ്പിച്ച്. എന്ത് തോന്നിയാസാണ് അവർ വളർത്തിയ ഒരു സ്ഥലത്ത് പോയി സ്വന്തം ഒരു അച്ഛനമ്മയെ പോലെ ഒരു വളർത്തിയ ഒരു സിസ്റ്റർമാരോട് പോയി ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? അല്ല എന്താ പ്രശ്നം? നിങ്ങളുടെ പ്രശ്നം എന്താ? ഞങ്ങൾ അവിടെ മോളെ കൊണ്ട് അവിടെ പോയി താമസിക്കാനാണ് പോയത്. അപ്പോഴവരോട് എൻ്റെ കുറ്റം പറഞ്ഞു കൊടുത്താൽ പിന്നെ ഞങ്ങളിങ്ങനെ തിരിച്ച് വന്നു. കുറ്റം പറഞ്ഞിട്ടാണ് ഞാൻ കുറ്റം പറയുന്നത്. നീ അവിടെ ചെന്നല്ലോ താമസിക്കാനാ അത്ര അവിടെ പോയത്? മോളെയും കൊണ്ട് താമസിക്കാനല്ല. എൻ്റെ മോളെ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞല്ലേ കുട്ട നിനക്ക് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടോ എന്ന്. ഞാൻ ചോദിച്ചു അമ്മയുടെ അടുത്ത് ആര് പറഞ്ഞു? രാധാമണിയാണ്ട് ഇവിടെ വന്ന് പറഞ്ഞല്ലേ. എന്തിനമ്മ അത് കഴിഞ്ഞായിരിക്കും ആ കന്യാസ്ത്രീ എന്നെ വിളിക്കാറുമില്ല ഇപ്പം. മറ്റേ ഒരു ദിവസമെങ്കിലും എന്നെ വിളിക്കാത്ത ഞാൻ അവരെ വിളിച്ച് അവരുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കുക, സുഖമാണോ അമ്മയെന്നൊക്കെ മിക്ക ദിവസം ഞാൻ ചോദിച്ചിട്ടുണ്ട്. അവളും കേട്ടിട്ടുണ്ടല്ലോ ഏതൊക്കെ രീതി ഇതേപോലുള്ള മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. എന്തെല്ലാം പ്രശ്നങ്ങളൊരു മനുഷ്യൻ നിങ്ങൾ അങ്ങേരെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു, അതൊക്കെ നിങ്ങൾ വലിയൊരു മനസ്സ് കാണിച്ചതാ. ഇപ്പോൾ തോന്നുന്നു നിങ്ങളുടെ എന്തോ ഒരു പ്രശ്നം, നിങ്ങളുടെ മാനസിക പ്രശ്നം കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. നമുക്കിപ്പോൾ രാധാമണിയുടെ സഹോദരനുമായിട്ട് സംസാരിക്കാം. പേരെന്താ? എൻ്റെ രാജൻ. രാധാമണിയുടെ ബ്രദറാണ്. എത്ര പേരുണ്ട് നിങ്ങൾ? ഞങ്ങൾ 6 പേര്. ഒരേ ഒരു സിസ്റ്ററേ ഉള്ളോ? 2 പേരുണ്ട്. ഇളയ ഒരാളുണ്ട്. എന്താ പ്രശ്നം? ഇവർ പറയുന്നതിലൊന്നും മനസ്സിലാവുന്നില്ല ഞങ്ങൾക്ക്. ഒരു വേണ്ടാന്ന് പറഞ്ഞ് 2 പേരും ഇങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായതാണ്. നമ്മുടെ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് ഒന്നിലധികം ഒരുപാട് പ്രാവശ്യം ഒത്തീർപ്പാക്കി. അന്ന് നിങ്ങളുടെ കൂടെ വന്ന് താമസിച്ചത് എന്തിനാ? അവിടെ ഇയാൾ അടിച്ചെന്നൊക്കെ പറഞ്ഞ്. അടിച്ചോ? എന്തിനാ അടിച്ചത്? അല്ല ഞാൻ ചേട്ടത്തി അടിച്ച കാര്യം അവള് പറയുന്നത്. അടിക്കും, വല്ല കമ്പ് വെച്ചാൽ അടിക്കും, എറിയും. ഒരു ദിവസം രാത്രിയിൽ തന്നെ ഈ പിന്നെ ചേട്ടത്തിയുടെ പേരും പറഞ്ഞ് വഴക്കുണ്ടായപ്പോൾ വലിയൊരു ഡെറ്റോളിൻ്റെ കുപ്പിയെടുത്ത് തന്നെ ഇവിടെ എറിഞ്ഞ് എൻ്റെ മോള് ഞാനും അന്ന് രാത്രിയിൽ എൻ്റെ വീട്ടിൽ പോകാൻ തുടങ്ങിയതാണ്. അതുപോലെ എല്ലാം ഉപദ്രവിക്കും, ശരിക്കും ഉപദ്രവിക്കും. എന്തോ കൈ കിട്ടിയാലും അത് വെച്ച് അടിക്കും എന്നെ. അത് ഞാൻ എറിഞ്ഞ്. സംഭവം എന്താണെന്നറിയോ, 2 ദിവസമായി വീട്ടിൽ ഒരു എന്തെങ്കിലും വെച്ചിട്ട് ഞാൻ വൈകിട്ട് വീട്ടിൽ വരുമ്പോൾ അവിടെ ഒന്നും വയ്ക്കത്തില്ല. ഞാൻ പിന്നെ എന്തെങ്കിലും വെച്ച് കഴിക്കും. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മ കൊടുക്കത്തില്ലേ, അവൾ ഏതാണ്ടൊക്കെ വെച്ച് കൊടുക്കും. ഞാൻ അന്നേരം എൻ്റെ അമ്മയുടെ വീട്ടിൽ പാനെ കൊണ്ട് ഒരു ഓട്ടോ വിളിച്ച് രാത്രി അവിടെ പോയി എന്തെങ്കിലും കഴിക്കാനല്ലോ ചൊല്ലി ഞാൻ കുഞ്ഞിനെ വിളിച്ച് അവളെ ചെല്ലുമ്പോൾ അമ്മ ചോദിക്കും അവിടെ കൊച്ചെന്തിയടാന്ന് ചോദിക്കും. അത് കേൾപ്പിക്കാതിരിക്കാനെ കൊണ്ട് അപ്പം ഞങ്ങൾ തമ്മിൽ വഴക്കാന്ന് അറിയിക്കണ്ടല്ലോ. എന്നും ശരി ഞാൻ കൊച്ചിനെ വിളിച്ചപ്പോൾ ഇവിടെ എടുത്ത വായിലെ പറഞ്ഞ എന്തോന്നറിയാം, മോളെ ഈ രാത്രി പോരുത്, അവൻ നിന്റെ നിക്കറ് കൊണ്ടുവന്ന് ഊരും. അങ്ങനെ പറഞ്ഞപ്പോഴാണ് അത് കേട്ടോണ്ട് ഡ്രൈവർ വരെ ഉണ്ട്. അവൻ ഇപ്പോഴും എൻ്റെ അടുത്ത് പറയാം ചേച്ചി. ഞാനൊരിക്കലും പറഞ്ഞിട്ടില്ല അങ്ങനെ. പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇയാളുടെ ഈ സ്വഭാവം കാരണം കുഞ്ഞിനെ ഇയാളുടെ കൂടെ അയക്കത്തില്ല. എന്തിന് കള്ളം ഞാൻ പറഞ്ഞു നിൽക്കുന്നു. ഞാൻ ഇപ്പോൾ ഉള്ള സത്യം പറയാം. ഇയാളുടെ കൂടെ കുഞ്ഞിനെ അയക്കാൻ എനിക്ക് ഭയം. മോള് പോവല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് ഭയം കൊച്ചിനെ അയക്കാൻ? ആ കുഞ്ഞിന് പോലും എനിക്കൊരു അവകാശമില്ല. അല്ലെ സ്വന്തം അച്ഛനല്ലേ, എന്ത് ഭയമാണ് അച്ഛൻ്റെ കൂടെ അയക്കാൻ? പറ, സ്വന്തം അച്ഛനോട് അയക്കാൻ എന്താ ഭയം നിങ്ങൾക്ക്? മറുപടി പറമ്മാ. ഇയാളുടെ സ്വഭാവം കൊണ്ടാണ് എനിക്ക് അങ്ങനെയുള്ള പേടി. ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ ഒരു സംഭാഷണം ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന് വരെയായിട്ട് എന്റെ കുഞ്ഞിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ ഇത്രയും വൃത്തികെട്ട ഈ സംസാരം ഇയാൾ പറഞ്ഞ സ്ഥിതിക്ക് ഇയാളെ കുറിച്ച് അങ്ങനെ ഒരു വൃത്തിയോട് പറയാൻ എനിക്കുണ്ട്. ഈ ബന്ധം സ്ഥാപിക്കുന്ന പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇയാള് തന്നെ പിന്നെ പറ, എന്താ ഇയാൾ എന്ത് ചെയ്യും? മുന്നിലത്തെ തുണി മാറ്റിയിട്ടിട്ട്
ഇത്തരം സ്വഭാവം വരെ ഇയാൾ ചെയ്യും. പക്ഷെ ഞാനൊരിക്കലും അത് പറയാഞ്ഞത് മനഃപൂർവ്വം. ഇത്രയും നല്ല മനുഷ്യരുടെ മുമ്പിൽ എനിക്കത് പറയാൻ നാണക്കേടത്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ലാത്ത വാക്ക് അയാൾ ഉപയോഗിച്ചു. ഒരിക്കലും എൻ്റെ മോടെ കാര്യം പറഞ്ഞിട്ടില്ല. പിന്നെ ഈ സ്വഭാവമുള്ള സ്ഥിതിക്ക്, ഇത് ഞാൻ പറഞ്ഞ സത്യമാണ്, ഈ സ്വഭാവമുള്ള സ്ഥിതിക്ക് എൻ്റെ കുഞ്ഞിനെ ഇയാളുടെ കൂടെ വിടാനും ഇയാളുടെ കൂടെ അടുപ്പിക്കാനും എനിക്ക് ഭയമുണ്ടെന്ന് പറഞ്ഞത് ഇനി ഏത് കോടതിയിലും ഞാനത് പറയും. ഈ യുവാക്കളോട് ജീവിക്കുന്ന ഭേദമുണ്ടല്ലോ, ഒറ്റയ്ക്ക് ജീവിച്ചാൽ എന്ത് അന്തസ്സുണ്ടെന്നറിയാം. ഒറ്റയ്ക്ക് ജീവിച്ചെങ്കിലേ ഇയാളുടെ സ്വാതന്ത്ര്യങ്ങൾ നടക്കത്തുള്ളൂ. എന്തൊക്കെയോ പറയുന്നല്ലോ, അങ്ങനെ ഉണ്ടെന്ന് പറയുന്നല്ലോ. അങ്ങനെ നീ അങ്ങനെ ആയിക്കോട്ടെ, പിന്നെ എന്തിനാ എൻ്റെ കൂടെ ജീവിക്കുന്നു? ചോദിക്കുന്ന മറുപടി എന്താ? അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് പിന്നെ എന്തിനാ എൻ്റെ കൂടെ ജീവിക്കാനാണല്ലോ ഇപ്പം ഇതിന് വന്നത്. എൻ്റെ വീട്ടിൽ എനിക്കും കുഞ്ഞിനും താമസിക്കാനുള്ള സൗകര്യങ്ങളില്ല. ഒന്നാമത്തെ കാര്യം അതാ. എന്നും എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വേറൊരു വീട്ടിലാണ് ഞാൻ കഴിയുന്നത് ഇപ്പം. എന്നും അത് സാധിക്കത്തില്ല. അപ്പം എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനായ ഇയാളുടെ കൂടെ ഞങ്ങൾക്ക് പോയി താമസിക്കും. എന്താ വേണ്ടതെന്ന് ഒരു നിമിഷം നിൽക്കുക. അതുകൊണ്ടാണ് ഞാൻ പോകുമെന്ന് പറയുന്നത്. കാരണം എനിക്ക് താമസിക്കാൻ ഒരു വീടോ സ്ഥലമോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കയറി കിടക്കാൻ പോലും ഒരു സ്വന്തമായിട്ടൊരു ഇതില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഏതെങ്കിലും വീട്ടിൽ ഞാൻ പോയി കഴിഞ്ഞോളാം. കുഞ്ഞിനെ കൊണ്ട് എനിക്ക് താമസിക്കാൻ ഒക്കാത്തതുകൊണ്ട് ഞാൻ ഇയാളുടെ കൂടെ പോകുമെന്ന് പറയുന്നത്. ഇപ്പം ഭാര്യയ്ക്കോ ഭർത്താവിനോ ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തി നമ്മുടെ വീട്ടിൽ വരുന്നത് നമുക്ക് ഒഴിവാക്കിക്കൂടെ? ആ സ്ത്രീ അവിടെ വരത്തില്ല, ഉള്ള കാര്യം. അല്ല, അവിടെ വന്ന് ഇവരെ അടിച്ചല്ലോ. അവരത് സംഭവം അറിഞ്ഞു. പറഞ്ഞിട്ട് അവരറിഞ്ഞു. ഞാൻ അവരോട് മിണ്ടത്തേ ഇല്ല. വർഷങ്ങളായി ഞാൻ അവരോട് മിണ്ടിയിട്ട്. പിന്നെ എങ്ങനെ അവരവിടെ വന്ന് ഇവരെ അടിച്ച്? ഞാൻ അവരുടെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, എടേ ഞങ്ങളുടെ വീട്ടിൽ ആഹാരം ഒന്നും വെക്കുന്നില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ നിങ്ങളുടെ പെണ്ണുമ്പിള്ളയെ കുറിച്ച് അങ്ങ് സംശയങ്ങളാടെ, ഞങ്ങളുടെ പെണ്ണ്, അതുകൊണ്ട് ഇവിടെ ആഹാരം പോലും വെക്കില്ല. അതാ കുട്ടാ ഞാൻ പറയുന്നത്. എന്തായാലും രാധാമണിക്ക് അവരെ കുറിച്ച് സംശയമുണ്ട്. അങ്ങനെയുള്ള സംശയമുള്ള ഒരു വ്യക്തി നമ്മുടെ വീട്ടിൽ വരുകയോ കുട്ടനുമായിട്ട് ഇടപഴകുകയോ ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കിക്കൂടെ? നമ്മുടെ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ രണ്ടിൻ്റെയും ചുമതലയാണോ? ആണ്. കുട്ടൻ അറിയാനൊക്കത്തില്ല ഈ വരുന്നവരൊക്കെ ഏത് തരക്കാരാണെന്ന്. നമ്മൾ കാണുന്ന പോലെ അല്ല ലോകം. അങ്ങനെ അന്യ ആളുകൾ വീട്ടിൽ വരാൻ നമ്മൾ അനുവദിക്കേണ്ട. ഈ ചീട്ട് കളിക്കാനായാലും അത് നിർത്തിയല്ലോ. ഇനി അങ്ങനെ ഉണ്ടാവാനും ഇടയില്ല. രാധാമണിക്ക് പൊയ്ക്കൂടെ? പോകാം. അപ്പോൾ നിങ്ങൾ മാര്യേജ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇല്ല, സംശയരോഗം നമുക്ക് തീർക്കാം. നമുക്ക് ഒരു കൗൺസിലിങ്ങിന് പോകാം. അപ്പം നിങ്ങൾ രണ്ടുമായിട്ട് ഇരുന്ന് സംസാരിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എലിസിറ്റ് ചെയ്ത് അതിന് പരിഹാരം പറഞ്ഞു തരാൻ ഒരു കൗൺസിലറെ കൊണ്ട് ഒരു മെഡിക്കൽ കൗൺസിലിങ്ങിന് നിങ്ങൾ പോകണം. കുട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ രാധാമണി എന്ന് പറയുന്നത് ഒരു വലിയ കൈത്താങ്ങാണ്. അതായത് കുട്ടൻ്റെ എല്ലാ അവസ്ഥകളും അറിഞ്ഞുകൊണ്ട് കുട്ടനെ രാധാമണി സ്വീകരിച്ചു എന്ന് പറഞ്ഞത് രാധാമണിയുടെ ബന്ധുക്കളെയും സഹോദരങ്ങളെയും എല്ലാം വിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഒരു ഭർത്താവ് എന്ന് പറയുന്ന ആളെ ഭാര്യയുടെ സംരക്ഷണം നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് നിയമപരമായിട്ടും എല്ലാ തരത്തിലും. അപ്പോൾ ആ വിശ്വാസം രാധാമണിക്ക് എപ്പോഴോ പോയി. അപ്പോൾ അത് ഊട്ടി ഉറപ്പിക്കാൻ കുട്ടൻ തയ്യാറാകണം. രാധാമണിയുടെ ഒരുപക്ഷെ ആശങ്കകളായിരിക്കാം, സംശയങ്ങളായിരിക്കാം, കാര്യം ഒരു ആകുലതകളായിരിക്കാം. ഇപ്പോൾ അവരുടെ വന്നിരിക്കുന്ന സഹോദരൻ പോലും അവരെ കയ്യേക്കാൻ തയ്യാറല്ല. പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ടൊരു പെൺകുഞ്ഞാണ് നിങ്ങൾക്കുള്ളത്. ഇപ്പം നിങ്ങൾ രണ്ടുപേരും രണ്ടായി പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ അവസ്ഥ നമുക്ക് നിർണ്ണയിക്കാനാവില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് നമ്മൾ മാറണം. ആ രാധാമണി പറഞ്ഞതിനകത്തൊക്കെ ഒത്തിരി ആശങ്ക കൊണ്ടാണ് അവർ പറയുന്നത്. അല്ലാതെ കുട്ടനെ സംശയം കൊണ്ട് കുട്ടൻ്റെ സ്വഭാവ ദൂഷിതം കൊണ്ട് ഒന്നും മാത്രമല്ല, അവരുടെ ഒരു ആശങ്കയും പേടിയും വ്യാകുലതയും എല്ലാം കൊണ്ടാണ്. അപ്പോൾ അവർ ആ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ ഒരു കൗൺസിലിങ്ങിന് വിധേയമാകുക. എന്നിട്ട് ഒരുമിച്ച് ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങളും രാധാമണിയും കുട്ടനും നിങ്ങളുടെ കുഞ്ഞും ഒരുമിച്ച് സന്തോഷത്തോടെ പോകാൻ അവസരമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. കുട്ടൻ വളരെ കാഷ്വലായിട്ട് പറഞ്ഞു, ഇവിടെ വന്ന് നമുക്ക് ഈ ബന്ധം വേണ്ട പറഞ്ഞല്ലോ. ഇങ്ങനെയാണെങ്കിൽ വെച്ചാൽ എന്താണ്? രാധാമണിക്ക് ഇതുപോലെ എന്നെപ്പറ്റി സംശയങ്ങളുണ്ടെങ്കിൽ ഇനി ഞാൻ അങ്ങോട്ടില്ല. അത് പറയുമ്പോൾ കുട്ടൻ ഒരു കാര്യം ആലോചിക്കണം. കുട്ടനൊരു ഹാൻഡിക്യാപ്പുണ്ട്, ഫിസിക്കൽ ഹാൻഡിക്യാപ്പുണ്ട്, ശാരീരികമായിട്ട്. ഒരുപക്ഷെ രാധാമണിക്കുള്ളത് മറ്റൊരു ഹാൻഡിക്യാപ്പായിരിക്കും, ഒരു മെൻ്റൽ ഹാൻഡിക്യാപ്പാണ്. ആയിക്കോട്ടെ, ആ കുട്ടിക്ക് സംശയ രോഗം എന്നുള്ളത് വളരെ വളരെ രൂക്ഷമാണെന്ന് നമ്മൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. അത് ശരിയാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആണെന്ന് അങ്ങ് വിചാരിച്ചാൽ തന്നെ ഇങ്ങനെ ഓടി ഒളിക്കുന്നതാണോ നമ്മുടെ ഉത്തരവാദിത്വം? അല്ലല്ലോ.
ഒരച്ഛനാണ്, ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ്, ഭർത്താവാണ്. നമുക്ക് കഷ്ടത്തിൽ ഇങ്ങനെയുള്ളതായ എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് രാധാമണി. അപ്പോൾ രാധാമണിയോട് നമ്മൾ കാണിക്കേണ്ട ഉത്തരവാദിത്വം അതിനകത്തുണ്ട്. ആ ഉത്തരവാദിത്വം എന്താണ്? അവർക്കൊരു രോഗമുണ്ടെങ്കിൽ ആ രോഗമാണ്, ആ രോഗം ചികിത്സിക്കാൻ ഉത്തരവാദിത്വം എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ കൗൺസിലിങ്ങിന് ഞങ്ങൾ പറയുമ്പോൾ ആ കൗൺസിലിംഗ് വേണമെന്ന് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം കുട്ടൻ കാണിക്കണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. രാധാമണിക്ക് തോന്നുന്ന സംശയങ്ങൾ മുഴുവൻ തെറ്റായിക്കോട്ടെ, പക്ഷേ സ്വന്തം മകളെ അച്ഛൻ്റെ അടുത്ത് വിടാനുള്ളതായ ഒരു ഭയമുള്ളതായ ഒരു ഭാര്യ, അവരെ കൂടെ താമസിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ പെരുമാറണം, നമ്മുടെ വീട്ടിൽ ആരൊക്കെ വരണം, എങ്ങനെ ആ കുടുംബം കൊണ്ടുപോകണം എന്നൊക്കെ ഒരു തീരുമാനം ഭർത്താവെന്നുള്ളതിൽ അച്ഛനെന്ന നിലയിലും കുട്ടൻ എടുക്കേണ്ടതാണ്. കുട്ടൻ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഭാര്യയെപ്പറ്റി യാതൊരു പരാതിയും കുട്ടനില്ല, നാട്ടുകാർക്കും ഇല്ല, കുട്ടനെ പറ്റിയും ഇല്ല. നിങ്ങൾ രണ്ടുപേരും ബേസിക്കലി നല്ല സ്വഭാവക്കാരാണ്. പക്ഷെ നിങ്ങൾക്ക് ഒന്നിച്ച് താമസിക്കാനുള്ളൊരു വിഘാതം ഒരു പക്ഷേ നിങ്ങളുടെ ഭാര്യയുടെ മാനസികമായ ഒരു പ്രോബ്ലം ആണെങ്കിൽ അത് മാറ്റിയെടുക്കാനുള്ള ശ്രമം ഒന്ന് നമ്മൾ പറഞ്ഞ കൗൺസിലിംഗ് ചെയ്യുക. കൗൺസിലിംഗ് ചെയ്താൽ പോലും നാളെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതിരിക്കാനായിട്ട് ഈ മനസ്ഥിതിയുള്ള ഭാര്യയെ എങ്ങനെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാം, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാം, ഈ കുടുംബം നയിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉത്തരവാദിത്വം ബേസിക്കലി കുടുംബനാഥൻ എന്നുള്ള നിലയ്ക്ക് കുട്ടൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്ക് വിശ്വാസം കൊടുക്കുക. വളർന്നു വരുന്ന പെൺകുട്ടിക്ക് ധൈര്യമായിട്ട് വീട്ടിൽ താമസിച്ച് വിദ്യാഭ്യാസം നയിച്ച് മുന്നോട്ട് പോകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. അത് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ സന്തോഷമായ കുടുംബമായിട്ട് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റും, ജീവിക്കാൻ പറ്റും. അങ്ങനെ ഒരു അവസരം ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കുട്ടൻ്റെയും രാധാമണിയുടെയും കഥ നിങ്ങൾ കേട്ടു. കുട്ടനാണെങ്കിൽ ശാരീരികമായിട്ടുള്ള പ്രശ്നമാണ്, രാധാമണിക്കോ മാനസികമായിട്ടുള്ള പ്രശ്നമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവർ രണ്ടുപേർക്കും കൗൺസിലിംഗ് വളരെ ആവശ്യമാണ്. അതും രാധാമണിക്ക് വളരെ ആവശ്യമാണ്. കൗൺസിലിംഗ് ഇവിടെ കൈരളി TV തന്നെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും നല്ല ഭർത്താവും ഭാര്യയുമായിട്ട് ജീവിക്കുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. കുട്ടനും രാധാമണിക്കും ഒരു കൗൺസിലിംഗ് ആവശ്യമാണെന്ന അദാലത്തിന്റെ അഭിപ്രായപ്രകാരം കൈരളി TV പ്രശസ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ഡോക്ടർ ഗിരീഷിന്റെ കൗൺസിലിംഗ് സെഷനിലേക്ക് കുട്ടനെയും രാധാമണിയെയും എത്തിച്ചു. കുട്ടൻ്റെയും രാധാമണിയുടെയും ജീവിതം നമ്മൾ കേട്ടു. വളരെ വ്യത്യസ്തവും പ്രയാസം ഉണ്ടാകുന്നതായ സാഹചര്യങ്ങളിൽ ഒരുമിച്ച് ദാമ്പത്യ ജീവിതം 11 വർഷം കൊണ്ട് നയിക്കേണ്ടി വരുന്ന ദമ്പതികൾ. അതിനിടയിലുണ്ടാകുന്ന ചില അനുഭവങ്ങൾ എത്ര കണ്ട് ദാമ്പത്യ ജീവിതത്തിൽ താളപ്പിഴ ഉണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഉള്ളതിൻ്റെ ഏറ്റവും നല്ല ഒരു സാക്ഷ്യപത്രം കൂടിയാണ് ഈ അനുഭവങ്ങൾ. അംഗവൈകല്യം സംഭവിച്ചിട്ടുള്ള നമ്മുടെ കുട്ടൻ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാത്രികളിൽ മറ്റൊരു വ്യക്തി, ഒരു അടുത്തുള്ളൊരു സ്ത്രീ, ബന്ധുവായ സ്ത്രീ വീട്ടിൽ വരുന്ന കല്ലെറിയുന്നു, അല്ലെങ്കിൽ മണൽ വാരി എറിയുന്നു, കൊട്ടുന്നു. തുടർന്ന് കുട്ടൻ പുറത്തേക്ക് പോകുന്നു. അത് ശാരീരികമായ ബന്ധത്തിന് വേണ്ടിയാണ് എന്നൊരു ചിന്തയിലെത്തുന്ന രാധാമണി. ഈ ഒരു ചിന്തയിലെത്തുന്നതിൻ്റെ പിന്നാമ്പുറം പരിശോധിക്കുമ്പോൾ രാധാമണിയുടെ മനസ്സിൽ ആദ്യം തന്നെയുള്ള ചില ധാരണകൾക്ക് പ്രാധാന്യം കൽപ്പിക്കേണ്ടിയിരിക്കുന്നു. രാധാമണിയുടെ മനസ്സിലുള്ള ചിന്തകൾ, ഈ പറയപ്പെടുന്ന സ്ത്രീ ഒരു വൃത്തികെട്ട സ്ത്രീ എന്ന ധാരണ അവർക്ക് മുന്നിൽ തന്നെയുണ്ട്. കുട്ടന് തന്നോട് അത്ര വലിയ സ്നേഹമുണ്ടോ എന്നൊരു സംശയവും രാധാമണിയിൽ അവശേഷിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളും ചേരുമ്പോൾ വ്യക്തമായ തെളിവുകളുടെ അസാന്നിധ്യത്തിൽ പോലും മനസ്സെത്തിച്ചേരുന്ന ഒരു അനുമാനമാണ് ഇതാണ് സംഭവിക്കുന്നത്. പരസ്ത്രീ ബന്ധം എന്ന് സംഭവിക്കുന്നു എന്ന ഒരു അനുമാനത്തിൽ എത്തിച്ചേരുന്ന രാധാമണി. ഇവിടെ രാധാമണി കുറ്റക്കാരിയല്ല. നമുക്ക് ഏത് മനുഷ്യർക്കും നമ്മുടെ മനസ്സിലെ ചിന്തകൾക്ക് തെറ്റുകൾ സംഭവിക്കാം. ആ ഒരവസ്ഥ കാരണം ദാമ്പത്യ ജീവിതത്തിൽ മാറി നിൽക്കുന്നു. ഒരുപക്ഷെ കോഗ്നിറ്റീവ് തെറാപ്പി എന്ന് പറയുന്ന മനഃശാസ്ത്ര ചികിത്സ ഫലപ്രദമായി ഉപയോഗിക്കാമെങ്കിൽ ഈ ചിന്തകളുടെ അബദ്ധങ്ങൾ അനുഭവിക്കുന്ന വ്യക്തി തിരിച്ചറിയുകയും ഇതിൽ നിന്ന് മാറി മുന്നോട്ട് നീങ്ങുവാൻ തയ്യാറാവുകയും ചെയ്യും. അതിൻ്റെ ഒരു ആദ്യ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും. രാധാമണി
കൂടെ ജീവിച്ച് തനിക്കുണ്ടായ അനുഭവങ്ങൾ സത്യമാണോ അസത്യമാണോ എന്ന് അന്വേഷിക്കാൻ തയ്യാറാകുന്നു. കുട്ടനും രാധാമണിയെ ആ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കാൻ തയ്യാറാകുന്നു. ഇവരുടെ ജീവിത യാത്രയിൽ അത്തരം കാര്യങ്ങൾ തെറ്റെന്നുള്ള ധാരണയിലെത്തുവാൻ ഒരുമിച്ചുള്ള ജീവിതം സഹായിക്കുന്ന ധാരണയിൽ രണ്ടുപേർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തും. കുട്ടനും രാധാമണിയും ഈ അദാലത്തിൻ്റെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ കൗൺസിലിങ്ങിന് തയ്യാറാണെന്ന് പറയുകയും കൈരളി TV അവർക്ക് സൗജന്യമായി മെഡിക്കൽ കൗൺസിലിംഗ് ഏർപ്പെടുത്തുകയും ചെയ്തു. അതിൽ പങ്കെടുത്ത ശേഷം രാധാമണിയും കുട്ടനും അവരുടെ ദാമ്പത്യ ജീവിതം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയും രണ്ടുപേരും ഒന്നായി ജീവിക്കാനും തീരുമാനിച്ചിരിക്കുന്നു എന്ന് ഉള്ള ഒരു സന്തോഷകരമായ വസ്തുത ഉണ്ട്. അവർ താഴെ പറയുന്ന വ്യവസ്ഥകൾ പ്രകാരം തുടർന്ന് ജീവിക്കാൻ തീരുമാനിച്ചു. രാധാമണിയും കുട്ടനും വളരെ കാലമായി ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കുന്നുണ്ടെങ്കിലും അവർ ജാതി മതാചാര പ്രകാരമുള്ള വിവാഹം കഴിക്കുകയോ സ്പെഷ്യൽ മാര്യേജ് ആക്ട് പ്രകാരമുള്ള വിവാഹം കഴിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇന്നു മുതൽ 1 മാസത്തിനകം സ്പെഷ്യൽ മാര്യേജ് ആക്ട് പ്രകാരം അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. രാധാമണിയും കുട്ടനും മെഡിക്കൽ കൗൺസിലിങ്ങിന് ശേഷം ഒരുമിച്ച് ഭാര്യാഭർത്താക്കന്മാരായി തുടർന്ന് ജീവിക്കാനും തീരുമാനിച്ചു. പിന്നീടുള്ള വ്യവസ്ഥ കുട്ടൻ്റെ ബന്ധുക്കളോ രാധാമണിയെ മാനസികമായോ ശാരീരികമായോ പീഡിപ്പിക്കുകയില്ല എന്നും സമ്മതിച്ചിരിക്കുന്നു. ഈ വ്യവസ്ഥകൾ പ്രകാരം അവർ തുടർന്ന് ദാമ്പത്യ ബന്ധം തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഡോക്ടർ ഗിരീഷിന്റെ കൗൺസിലിങ്ങിലൂടെ സന്തോഷകരമായ ദാമ്പത്യത്തിലേക്ക് വീണ്ടും കടക്കുകയാണ് കുട്ടനും രാധാമണി. പരസ്പരം താങ്ങും തണലുമാകാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കാം നമുക്കും.